അച്ഛനുറങ്ങാത്ത വീടും ആദാമിൻ്റെ മകൻ അബുവും പെരുമഴക്കാലവുമൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രതിഭ മലയാളി പ്രേക്ഷകരെ കാണിച്ചു തന്നതാണ്. പ്രത്യേകിച്ചും നെടുമുടി വേണുവും തിലകനും ഉർവശിക്കും മഞ്ജു വാര്യർക്കുമൊക്കെ നിഷേധിക്കപ്പെട്ട ദേശീയ പുരസ്കാരം അവരൊക്കെ എത്രത്തോളം വലിയ അഭിനയ പ്രതിഭകളായിരുന്നു എന്ന് നമുക്കറിയാം. അത്തരത്തിൽ നിഷേധിക്കപ്പെട്ട ദേശീയ പുരസ്കാരം കേവലം ഒരു ഹാസ്യനടനായി മാത്രം ഒരു ഘട്ടത്തിൽ മുദ്രകുത്തപ്പെട്ട സലിം കുമാർ കേരളത്തിലേക്ക് മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുമ്പോഴാണ് ആ അഭിനയ പ്രതിഭയുടെ കലയുടെ ആഴം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത്. അത് ഒരു കാലത്തിൻ്റെ കാവ്യനിധിയായി മാറുന്ന പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടു. ഒരിക്കൽ ആദ്യ സിനിമയിൽ നിന്ന് അപമാനിച്ച് ഇറക്കിവിട്ട, അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് അപമാനിച്ച് ഇറക്കിവിട്ട ഒരു നടൻ കൂടിയാണ് സലിം കുമാർ എന്ന് പിന്നീട് അദ്ദേഹം വേദനയല്ല സന്തോഷത്തോടെ ചിരിയോടെ അദ്ദേഹം ഓർത്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഹാസ്യവേഷങ്ങളിൽ അഭിനയിക്കുന്നവരെ നടന്മാരായി പോലും പരിഗണിക്കാൻ താല്പര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം മിംക്രിയിൽ നിന്ന് കലാജീവിതം ആരംഭിച്ച സലിം കുമാറാണ് പിന്നീട് ദേശീയ പുരസ്കാരത്തിൻ്റെ പ്രഭ മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത് കൂടി നമ്മൾ ചേർത്ത് വെക്കണം. പ്രത്യേകിച്ചും ചിരിയിൽ പൊതിഞ്ഞ പല സത്യങ്ങളും തുറന്നടിക്കാൻ മടിയില്ലാത്ത ഒരു കലാകാരൻ കൂടിയായിരുന്നു. നമുക്കറിയാം, ഇടതുമുൻ സർക്കാരിനെതിരെ നിശിതമായ വിമർശനം, പേരെടുത്ത് പറഞ്ഞു തന്നെയുള്ള വിമർശനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. മെസ്സി എന്തുകൊണ്ട് ഇന്ത്യയിലേക്ക് വന്നില്ല അല്ലെങ്കിൽ കേരളത്തിലേക്ക് വന്നില്ല എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ സ്വർണ്ണക്കപ്പ് അടിച്ചുകൊണ്ട് പോകും എന്നുള്ള സംശയത്തിൻ്റെ പുറത്തായിരിക്കാം എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങൾ, അത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രയോഗങ്ങൾ അത്രത്തോളം ചിരി ഉണർത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലുടനീളം ജാതി തിരിച്ചറിയാൻ കഴിയാത്ത ഒരാൾ മുഖത്ത് നോക്കി ജാതി ചോദിച്ചു ഒരു സമയത്ത് സലിം കുമാറിനോട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഇപ്പോൾ മനസ്സിലായില്ലേ എൻ്റെ ജാതി എന്നാണ് അദ്ദേഹം മറുപടി നൽകിയതും മറ്റും. അത്തരത്തിൽ നിരവധിയായ സന്ദർഭങ്ങൾ കണ്ടാൽ ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാണ് എന്ന് പറയുന്ന സലിം കുമാറിനെയും നമ്മൾ കണ്ടു. ഇപ്പോൾ ആൻഡ്രോ ജോസഫ് സംസാരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മാധ്യമങ്ങളോട്. അദ്ദേഹം നവമി ആൻഡ്രോ ജോസഫാണ് ഇപ്പോൾ സംസാരിച്ച് മടങ്ങിയത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? മൃതദേഹം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കുമല്ലോ. രഞ്ജിത്ത്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പുറത്തിറക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാകും, അതൊന്ന് സഹകരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞു പോയത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഏകദേശം 8 മണിയോടുകൂടി തന്നെ മൃതദേഹം മറ്റൊരു ഭാഗത്തുകൂടിയായിരിക്കും മൃതദേഹം പുറത്തേക്ക് ഇറക്കുക എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. രമേശ് പിഷാരടി, ആൻഡ്രോ ജോസഫ് ഉൾപ്പെടെയുള്ളവർ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമാ മേഖലയിലുള്ളവർ തന്നെ ഇന്നലെ അദ്ദേഹത്തെ കാണാനും ഇവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം ആശുപത്രിയിൽ നിന്നും ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 9 മുതൽ 1 മണിവരെയാണ് പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനം. ഒപ്പം 3:30 വീട്ടുവളപ്പിൽ സംസ്കാരവും നടക്കും എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത്. അങ്ങനെ ഈ എന്തായാലും അദ്ദേഹത്തിൻ്റെ മൃതദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തേക്ക് ഇറക്കും. അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞതുപോലെ തന്നെ സലിം കുമാർ എന്ന നടനെ നമ്മൾ ഓർത്തെടുക്കാത്ത ഒരു ദിവസം പോലുമില്ല. അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ നമ്മളെയൊക്കെ പൊട്ടിച്ചിരിക്കുന്ന, അത്രയൊക്കെ നമ്മളെയൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, അത്രയേറെ പൊട്ടിച്ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങളാണ് അദ്ദേഹം നമുക്ക് മുന്നിൽ ചെയ്തു വെച്ചുകൊണ്ട് പടിയിറങ്ങുമ്പോൾ, അദ്ദേഹം മായുമ്പോൾ ഒരിക്കലും സലിം കുമാർ എന്ന നടനെ മലയാളികളോ ആരും മറക്കില്ല. ഓരോ ദിവസവും അദ്ദേഹത്തെ ഓർക്കുന്ന എന്തെങ്കിലും ഒരു സന്ദർഭം നമ്മുടെയൊക്കെ ജീവിതത്തിലും ഉണ്ടാകും. അങ്ങനെ സലിം കുമാർ എന്ന നടന്റെ വിയോഗം അത് അപ്രതീക്ഷിതമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അദ്ദേഹം അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു എങ്കിൽ പോലും സജീവമായിരുന്നു വേദികൾ. സിനിമയിൽ സജീവമായിരുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം രാഷ്ട്രീയ വേദികളിൽ സജീവം തന്നെയായിരുന്നു. അതൊക്കെ നമ്മൾ ഇപ്പോഴും ഓർത്തെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പറവൂരിലെ
പരവൂർ ജനത ഒരുക്കിയ സ്വീകരണത്തിന്റെ വേദിയിലും അദ്ദേഹം സജീവമായിരുന്നു. അന്നും അദ്ദേഹത്തിന്റെ പ്രസംഗം നമ്മൾ വളരെ കൗതുകത്തോടുകൂടി ആണ് കാതോർത്തിരുന്നത്. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്ന ഓരോ വാക്കുകളും നമ്മൾ പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് കേൾക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു രസകരമായ മറുപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. സലിംകുമാർ എന്ന് പറയുമ്പോൾ തന്നെ എപ്പോഴും ചിരിച്ചുകൊണ്ട് നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു മനുഷ്യനായി തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഈ ഏറ്റവും ഒടുവിലായി ഈ കഴിഞ്ഞ പ്രചാരണ കാലത്തൊക്കെ സലിംകുമാറിന്റെ നടത്തിയ ചില പ്രതികരണങ്ങൾ ഏറെ ചർച്ചയായിരുന്നു. അതിൽ CPM ശാസ്ത്രത്തെ പോലും തോൽപ്പിക്കുന്നു. പണ്ട് സ്വർണം വേർതിരിച്ചെടുക്കാൻ പൊട്ടാസ്യം സയനൈഡ് വേണമായിരുന്നു. ഇപ്പോൾ പക്ഷേ സഖാവിനെ കൊണ്ട് നിർത്തിയാൽ മതി, അത് സ്വർണം വേർതിരിച്ചെടുത്തോളും എന്നുള്ള വളരെ വളരെ കൗതുകകരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത തരത്തിലെ പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ മെസ്സി എന്തുകൊണ്ട് കേരളത്തിലേക്ക് വരുന്നില്ല എന്ന് ചോദിച്ചാൽ അത് സ്വർണം മെസ്സിക്ക് കിട്ടിയ സ്വർണം എടുത്തോണ്ട് പോകും എന്നതുകൊണ്ടായിരിക്കും, അടിച്ചോണ്ട് പോകുമെന്ന് പേടിച്ചിട്ടായിരിക്കും എന്ന്. അങ്ങനെ CPM-നെ ഇത്രയേറെ പരസ്യമായി വിമർശിക്കാൻ അല്ലെങ്കിൽ ഹാസ്യത്തോടു കൂടി വിമർശിക്കാൻ അദ്ദേഹത്തെ കഴിഞ്ഞ മറ്റാരും ഉണ്ടായിരുന്നുള്ളൂ. അതിനെതിരെ അദ്ദേഹം ഒരുപാട് സൈബർ ആക്രമണം, അദ്ദേഹത്തിന്റെ ജീവിതം എല്ലാം നർമ്മത്തിലൂടെ കണ്ട, നേരത്തെ ലല്ലു പറഞ്ഞ പോലെ ലാഫിംഗ് വില്ല എന്ന് വീടിന് പേരിട്ട നടൻ കൂടിയായിരുന്നു സലിംകുമാർ. ലല്ലു, അങ്ങനെ ഓർത്തെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും ചിന്തിക്കുകയും മമ്മൂട്ടിയൊക്കെ പറഞ്ഞതുപോലെ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു നടൻ. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ രസകരമായ പ്രസംഗങ്ങൾ, വായനയുണ്ടായിരുന്ന ഒരാളാണ്. വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലായിരുന്നു എങ്കിൽ പോലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. മനോഹരമായി പ്രസംഗിക്കും, കാര്യങ്ങൾ അവബോധത്തോടുകൂടി വിലയിരുത്തും, കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള ഒരു മനുഷ്യൻ. അങ്ങനെ ഒരുപാട് തലത്തിൽ ഓർത്തെടുക്കാം സലിംകുമാറിനെ, അല്ലേ ലല്ലു? വളരെ മനോഹരമായി സംസാരിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ഈ സിനിമയിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ അദ്ദേഹം കാണിക്കുന്ന തമാശകളൊന്നും അല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം സംസാരിക്കുന്നത്. വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ വളരെ ഫിലോസഫിക്കലായി മനോഹരമായി സംസാരിക്കുന്ന സലിംകുമാറിനെ നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിമർശനത്തിലെല്ലാം ഒരു നർമ്മം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അത് കൊള്ളേണ്ടിടത്ത് കൊള്ളുന്ന തരത്തിൽ പറയാൻ ഒരു മടിയില്ലാത്ത സലിംകുമാറിന് പല കാര്യങ്ങളിലും പല സാമൂഹ്യ വിഷയങ്ങളിലും അഭിപ്രായം പറയുമ്പോൾ ആളുകൾക്ക് അത് ഇഷ്ടമാകുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ടൊന്നുമല്ല സലിംകുമാർ സാറിന്റെ അഭിപ്രായം പറയാം. അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്ന ശീലമുള്ള ഒരു മനുഷ്യനായിരുന്നു. എതിരാളികൾ പോലും പക്ഷേ അദ്ദേഹത്തിലെ കലാകാരനെ സ്നേഹിച്ചിരുന്നു, കലാകാരനെ അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്നു. നമുക്കറിയാം തമാശ മാത്രം ചെയ്തെന്ന സലിംകുമാറിന്റെ തലവര മാറുന്നത് ഒരുപക്ഷെ ലാൽജോസ് എന്ന സംവിധായകൻ അദ്ദേഹം സാമുവൽ എന്ന കഥാപാത്രം വെച്ചു തുടങ്ങാത്ത സാമുവൽ എന്ന കഥാപാത്രം സലിംകുമാറിന്റെ കയ്യിലേക്ക് എത്തിക്കുമ്പോൾ സലിംകുമാറോ എന്ന് അത്ഭുതത്തോട് ചോദിച്ച ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. പക്ഷേ അങ്ങനെ ചോദിച്ച ഓരോ മനുഷ്യരെയും ചെന്നതങ്ങാത്ത വീട്ടില് അസാമാന്യമായ പ്രകടനം കൊണ്ട് നിശബ്ദരാക്കാൻ സലിംകുമാറിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നാലെ ആദാമിന്റെ മകൻ അബുവായാലും അതുപോലെ തന്നെ ക്യൂൻ എന്ന സിനിമയിൽ നമുക്കറിയാം സിനിമയുടെ ഏതാണ്ട് അവസാന രംഗങ്ങളിൽ വന്ന് സിനിമ മൊത്തത്തിൽ എടുത്തുകൊണ്ട് പോകുന്ന സലിംകുമാറിനെ ഒരു അഭിഭാഷക വേഷത്തിൽ അദ്ദേഹം വന്ന് സിനിമ മൊത്തത്തിൽ കൊണ്ടുപോകുന്ന സലിംകുമാറിനെ നമ്മൾ കാണുന്നുണ്ട്. അതായത് അസുഖബാധിതരായതിനു ശേഷമാണ് ഈ ക്യൂനടക്കമുള്ള സിനിമകളിലെല്ലാം സലിംകുമാർ ചെയ്യുന്നതെന്ന് കൂടി ആലോചിച്ചു വന്നു. അത്രയധികം വിസ്മയിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും മലയാളിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ സലിംകുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ വരുന്നത് അദ്ദേഹത്തിന്റെ കോമഡി കഥാപാത്രങ്ങളാണ്. എനിക്ക് തോന്നുന്നത് മലയാളിക്ക് യേശുദാസിന്റെ പാട്ട് പോലെയാണ് സലിംകുമാറിന്റെ കോമഡി. കാരണം ഇത് രണ്ടും മലയാളിയുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ പുതിയ തലമുറ ഇപ്പോ ഒരു 15 അല്ലെങ്കിൽ 20 വയസ്സുള്ള ആളുകൾ പോലും സലിംകുമാർ സിനിമകൾ തപ്പിയെടുക്കുകയാണ് ഇപ്പോഴും. കാരണം ഈ ഡയലോഗുകൾ അത്ര പ്രചാരം നേടിയ ഡയലോഗുകൾ. അപ്പോ ചോക്ലേറ്റ് സിനിമയായാലും നേരത്തെ പറഞ്ഞ പോലെ തൊമ്മനും മക്കളുമായാലും മായാവിയായാലും ചതിക്കാത്ത ചന്തുവായാലും ഡാൻസ് മാസ്റ്റർ വിക്രം എന്നൊക്കെ പറയുന്ന കഥാപാത്രം നമ്മൾ നാലിച്ച് നോക്കണം. അത് തന്നെ CID മൂസയിലെ മാനസിക കാര്യമായ പക്ഷേ ഡയലോഗ് ഒന്നുമില്ല. പക്ഷെ ത്രൂ ഔട്ട് ആ സിനിമയിൽ ഒരു 4-5 തവണ സിനിമയിൽ സലിംകുമാർ വന്നു പോകുന്നെങ്കിലും പക്ഷെ ആ സിനിമയിൽ എപ്പോഴും സലിംകുമാറിന്റെ ഒരു സാന്നിധ്യം ഉള്ളതുവരെ നമുക്ക് ഫീൽ ചെയ്യും. അതാണ് സലിംകുമാറിന്റെ ഒരു പ്രത്യേകത. ജോണി ആന്റണി, അതുപോലെ തന്നെ റാഫി മെക്കാട്ടിൻ, ഷാഫി,
ലാൽ ജോസ്, ഇവരുടെയൊക്കെ കയ്യിൽ കിട്ടിയ സലിംകുമാർ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച കഥാപാത്രം. ഈ നേരത്തെ പറഞ്ഞ പോലെ പലതും സ്ക്രിപ്റ്റിലില്ലാത്ത ഡയലോഗുകളൊക്കെ പറഞ്ഞ് മനുഷ്യരിച്ച് അഭിനയിച്ചിട്ടുണ്ടെന്ന് സലിംകുമാർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ദിലീപുമായിട്ടുള്ള സീനുകളിൽ ഹരശ്രീ അശോകനായിട്ട് വരുന്ന കോമ്പിനേഷനിൽ. അങ്ങനെ മലയാളത്തിലെ ഒട്ടുമിക്ക നടന്മാർക്കൊപ്പവും സലിംകുമാർ അഭിനയിച്ചു. പലപ്പോഴും നമ്മൾ ഈ സൂപ്പർ താരങ്ങളൊക്കെ ഒന്ന് വിളിക്കാവുന്ന നടന്മാരെ പോലും നിഷ്പ്രഭരാക്കുന്ന തരത്തിലുള്ള കോമ്പറ്റീഷനുകൾ. കാരണം മലയാളിയുടെ മനസ്സിലേക്ക് മലയാളിയെ ചിരിപ്പിക്കാൻ പാടാം. അങ്ങനെയുള്ള മലയാളിയെ കൂടുകൂടെ ചിരിപ്പിച്ചിട്ടാണ് സലിംകുമാർ പറയുന്നത്. ഏതാണ്ട് 10-30 വർഷം നീണ്ടുനിന്ന കരിയറിൽ അദ്ദേഹം ചെയ്ത ഓരോ കഥാപാത്രവും മലയാളി എണ്ണി എണ്ണി പറയാൻ പര്യാപ്തമായ കഥാപാത്രങ്ങൾ ആലോചിക്കുന്നു. ഇപ്പോഴും നമ്മൾ സലിംകുമാർ ആലോചിക്കുമ്പോൾ ഒരു കഥാപാത്രമല്ല, എത്രയോ കഥാപാത്രങ്ങൾ, എത്രയോ ഡയലോഗുകൾ, എത്രയോ രംഗങ്ങൾ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ മിന്നി പറയുന്നുണ്ട്. ഒരു ഡയലോഗല്ല, എത്രയോ ഡയലോഗ് മലയാളിയെ ഇതുകൂടി ചിന്തിച്ച എത്രയോ ഡയലോഗുകൾ പറഞ്ഞ് ലാഫിംഗ് വില്ല എന്ന വീട്ടിൽ നിന്നും മലയാള സിനിമയിൽ നിന്നും സലിംകുമാർ മടങ്ങുമ്പോൾ ഇന്ന് രമേശ് പിഷാരടി പറഞ്ഞിട്ടുള്ളത് പോലെ സലിംകുമാർ അവശേഷിപ്പിക്കുന്ന ശൂന്യത അതൊരു മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു വല്ലാത്ത ശൂന്യതയാണ്. മരിക്കാനുള്ളൊരു പ്രായമൊന്നുമല്ല സലിംകുമാറിന് എന്നുകൂടി ആലോചിക്കണം. ഏതായാലും വലിയ ഇടവാണ് മലയാള സിനിമയെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.